നിയന്ത്രിക്കണം. പല നിത്യരോഗങ്ങളുമുള്ള ആളുകൾ അതിൻ്റെ ഒരു ശ്രദ്ധ, അതുപോലെ അതിനാവശ്യമായ എന്നും കുടിക്കുന്ന മരുന്നുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരുക്കം മാത്രവും നിങ്ങളുടെ പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ശവ്വാൽ മാസം നമ്മൾ ചെറിയ പെരുന്നാൾ തുടങ്ങിയതോടുകൂടി ഹജ്ജ് മാസം തുടങ്ങി. ഇന്ന ഇദ്ദത്തെ ശൂരി ഇന്ദല്ലാഹി 12 ശഹ്റ, അള്ളാഹു 12 മാസം നിശ്ചയിച്ചു. അതിൽ യുദ്ധം ഹറാമായ 4 മാസം വേറെ നിശ്ചയിച്ചു. റജബ് മാസവും അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളാണ്. അള്ളാഹു അത് നിശ്ചയിച്ചത് ജാഹിലിയ കാലത്ത് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിശ്ചയിച്ചത് എന്തിനാണ്? ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകളുടെ വഴിയിൽ വല്ല ഗോത്രങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവർക്ക് തടസ്സമാകും എന്നതുകൊണ്ട് ഈ ഒരു 4 മാസക്കാലം അങ്ങോട്ട് യുദ്ധം തന്നെ ചെയ്യാൻ അവർ കള്ളുടിയവന്മാരാണ്, തോന്നിവാസികളാണ്, മുശ്രിക്കീങ്ങളാണെങ്കിൽ പോലും ഈ ഒരു 4 മാസം, റജബ് മാസം, അതുപോലെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഒരു യുദ്ധം ചെയ്യൂല. യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും പോലെ വാളെടുക്കൂല. അത് വാള് പൂട്ടിക്കും, ഉള്ളിൽ വെക്കും. ഹജ്ജിന് വേണ്ടി അല്ലാഹു തആല അങ്ങനെ ദിവസം നിശ്ചയിച്ചു. പിന്നെ ഹജ്ജ് മാസം എന്നൊരു മാസം നിശ്ചയിച്ചു. അത് ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജ പകുതി വരെ ഹജ്ജ് മാസം. അപ്പോൾ ഹജ്ജ് മാസത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പുറപ്പെട്ട് നിങ്ങൾ ജിദ്ദയിലേക്കോ അല്ലെങ്കിൽ മദീനയിലേക്കോ എത്തുന്നില്ലെങ്കിൽ, വിമാനം കയറുന്നില്ലെങ്കിൽ പോലും ഹജ്ജിന് വേണ്ട ഓട്ടോറിക്ഷ കയറുന്നതും മോട്ടോർ ബൈക്കുമ്പോൾ കയറുന്നതും ബസ്സിലും വണ്ടിയിലും എവിടേക്ക് പോകുന്നതും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു പുണ്യകരമായ കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ എന്ന് ഞാൻ അഭിസംബോധന ചെയ്തത്. നിങ്ങൾ ഹാജിയായി തുടങ്ങി. ഹജ്ജ് ചെയ്ത് വന്നിട്ട് ഇനി ആരും വിളിച്ചില്ലെങ്കിലും പരാതിപ്പെടുന്നും വേണ്ട. അങ്ങനെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പഴയ ഒരു ശീലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് ഒന്നിച്ച് ആ ഉംറ ഹജ്ജ് കർമ്മങ്ങൾക്ക് അങ്ങനെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക എന്ന് മാത്രമേ. കുറേ ഹജ്ജിൻ്റെ മസാലകൾ പഠിപ്പിച്ച് ഹജ്ജിന് 3 ഖിറാനുണ്ട്, ഇഫ്രാദുണ്ട്, തമത്തു